Flowers: rose, dahlia, lotus, marigold, shoe flower, jasmine, periwinkle, sunflower, orchid, daffodil, lily, chamba. വിച്ച് ഈസ് അവർ നാഷണൽ ഫ്ലവർ? നമ്മുടെ ദേശീയ പൂവ് ഏതാണ്? ദേശീയ പുഷ്പം ലോട്ടസ്, താമരയാണ്. വിച്ച് ഫ്ലവർ ഹാസ് എ ഗുഡ് സ്മെൽ? നല്ല സ്മെല്ലുള്ളത്, ഗുഡ് സ്മെല്ലുള്ള ഫ്ലവർ ഏതാണ്? ജാസ്മിൻ, മുല്ലപ്പൂവ്. വിച്ച് ഫ്ലവർ ലുക്സ് ടു ദ സൺ? സണ്ണിനെ പോലെ, സൂര്യനെ പോലെ തോന്നിക്കുന്ന ഫ്ലവർ ഏതാണ്? അത് സൺഫ്ലവർ, സൂര്യകാന്തി. വിച്ച് ഫ്ലവർ ഗ്രോസ് ഇൻ വാട്ടർ? വെള്ളത്തിൽ വളരുന്ന പൂവ് ഏതാണ്? ലോട്ടസ്, താമര. വിച്ച് ഈസ് ത്രോണി ഫ്ലവർ? മുള്ളുകളുള്ള പൂവ് ഏതാണ്? റോസ്. ഫ്രൂട്ട്സ്: ആപ്പിൾ, ബനാന, ഓറഞ്ച്, ഗ്രേപ്സ്, മാംഗോ, ജാക്ക് ഫ്രൂട്ട്, പൈനാപ്പിൾ, പപ്പായ, സ്ട്രോബെറി. വിച്ച് ഫ്രൂട്ട് ഈസ് നോൺ ആസ് ദ കിങ് ഓഫ് ഫ്രൂട്ട്സ്? പഴങ്ങളുടെ രാജാവ് ഏതാണ്? മാംഗോ, മാങ്ങ. വേർ ഡിഡ് വി ഗെറ്റ് ഫ്രൂട്ട്സ്? നമുക്ക് എവിടെ നിന്നാണ് ഫ്രൂട്ട്സ് ലഭിക്കുന്നത്? ട്രീസ് ആൻഡ് പ്ലാന്റ്സ്, മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെ. ഫ്രൂട്ട്സ് ഹെൽപ്സ് ടു അവർ, ഫ്രൂട്ട്സ് നമ്മളെ സഹായിക്കുന്നു. ഗ്രോത്ത്, വളരാൻ വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഈറ്റിംഗ് ഫ്രൂട്ട്സ് സേവ് ആസ് ഫ്രം, നമ്മൾ പഴങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നമ്മൾ എന്തിൽ നിന്നാണ് രക്ഷപ്പെടുന്നത്? ഡിസീസസ്, അസുഖങ്ങളിൽ നിന്ന്. വെജിറ്റബിൾസ്: ടൊമാറ്റോ, ക്യാരറ്റ്, ക്യാബേജ്, ബീട്രൂട്ട്, പൊട്ടാറ്റോ, ഒണിയൻ, പംകിൻ, ജിഞ്ചർ, സ്നേക്ക് ഗോട്ട്, ഗാർലിക്, ബ്രിഞ്ചൽ, ബീൻസ്. വെജിറ്റബിൾസ് കീപ്സ് അസ്, എന്താണ് വെജിറ്റബിൾസ് നമ്മളെ എന്തിനാണ് സഹായിക്കണത്? ഹെൽത്തി ആൻഡ് സ്ട്രോങ്, നല്ല ആരോഗ്യവും ശക്തിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വാട്ട് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് അവർ ഫുഡ്? നമ്മുടെ ഫുഡിൻ്റെ മെയിൻ പാർട്ട് എന്താണ്? അത് പച്ചക്കറിയാണ്. നമ്മൾ കൂടുതലായിട്ട് കഴിക്കേണ്ടതും പച്ചക്കറിയാണ്. വേർ ഡിഡ് വി ഗെറ്റ് വെജിറ്റബിൾസ്? നമ്മൾ എവിടെ നിന്നാണ് വെജിറ്റബിൾസ് നമുക്ക് കിട്ടണത്? പ്ലാന്റ്സ്, ചെടികളിൽ നിന്നാണ്. വെജിറ്റബിൾസ് ആർ റിച്ച് ഇൻ, എന്താണ്? വെജിറ്റബിൾസിൽ ധാരാളം എന്തൊക്കെ ഉണ്ട്? വിറ്റാമിൻസ് ഉണ്ട്. ഓക്കെ. അടുത്തത് ഡൊമസ്റ്റിക് ആനിമൽസ്, വളർത്തുമൃഗങ്ങൾ. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലും പഠിക്കുന്നുണ്ട് കേട്ടോ വളർത്തുമൃഗങ്ങളെ കുറിച്ചിട്ട്. ക്യാറ്റ്, ഡോഗ്, കൗ, ഷീപ്പ്, റാബിറ്റ്, ക്യാമൽ, ഹോഴ്സ്, ഓക്സ്, ഡോങ്കി, ഗോട്ട്, ബഫലോ, പിഗ്. വിച്ച് ആനിമൽ ഗിവ്സ് ആസ് മിൽക്ക്? നമുക്ക് പാല് തരുന്ന ആനിമൽ ഏതാണ്? കൗ, ഗോട്ട്, ബഫലോ, ഇതൊക്കെ നമുക്ക് പാല് തരുന്നതാണ്. വിച്ച് ആനിമൽ ഗാർഡ്സ് അവർ ഹൗസ്? നമ്മുടെ വീട്ടിന് കാവൽ നിൽക്കുന്ന ആനിമൽ ഏതാണ്? ഡോഗ്, നായയാണ്. വിച്ച് ആനിമൽ ഈസ് ദ ഷിപ്പ് ഓഫ് ഡെസേർട്ട്? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? ക്യാമൽ, ഒട്ടകം. ആനിമൽ വിച്ച് ക്യാരി ബിഗ് ലോഗ്സ്? നമ്മുടെ എന്താണ്? ആനിമൽ വിച്ച് ക്യാരി ബിഗ് ലോഗ്സ്, വലിയ ലോഗ്സ്, തടികളും മരത്തടികളൊക്കെ കൊണ്ടുപോകണത്, വഹിക്കണ മൃഗം ഏതാണ്? എലഫൻ്റാണ്. വിച്ച് ആനിമൽ ക്യാച്ചസ് റാറ്റ്? റാറ്റ്, എലിനെ പിടിക്കണ അതേതാണ്? മൃഗം ഏതാണ്? ക്യാറ്റ്, പൂച്ച. നെക്സ്റ്റ്, വൈൽഡ് ആനിമൽസ്: ലയൺ, ടൈഗർ, ഡീർ, സീബ്ര, ബിയർ, കങ്കാരു, മങ്കി, ജിറാഫ്, ലിയോപാർഡ്. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ്. വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്? ഇവിടെ ഭൂമിയിലെ ഏറ്റവും വലിയ, ഭൂമിയിലല്ല കരയിൽ, ഏറ്റവും വലിയ ആനിമൽ എലഫൻറ്റ്. വിച്ച് ആനിമൽ ഹാസ് സ്ട്രൈപ്സ് ഓൺ ഇറ്റ്സ് ബോഡി? അതിൻ്റെ ശരീരത്തിലൊക്കെ ഇങ്ങനെ വരകളുള്ള മൃഗം ഏതാണ്? സീബ്രയാണ്. വേർ ഡു വി സീ വൈൽഡ് ആനിമൽസ്? എവിടെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസിനെ
കാണപ്പെടുന്നത്. വൈൽഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ കാട്ടിലുള്ള മൃഗങ്ങളാണ്. ഡൊമസ്റ്റിക് അനിമൽ വളർത്തു മൃഗങ്ങളും. അപ്പോൾ വൈൽഡ് അനിമൽസിനെ എവിടെയാണ് കാണുന്നത്? ഫോറസ്റ്റിൽ, കാട്ടിലാണ്. വിച്ച് അനിമൽ ഹാസ് എ ലോങ് നെക്ക്? നല്ല നീളമുള്ള കഴുത്തുള്ള അനിമൽ ഏതാണ്? ജിറാഫ്. വിച്ച് അനിമൽ ക്ലിംസ് ഓൺ ട്രീസ്? മരത്തിൽ കൂടെ ചാടി നടക്കുന്ന അനിമൽ മങ്കിയാണ്. അടുത്തത് ബേർഡ്സ്. പാരറ്റ്, കോക്ക്, ഹെൻ, സ്പാരോ, പീജിയൻ, ക്രോ, ഓസ്ട്രിച്ച്, കിങ്ഫിഷ്, ഈഗിൾ, മൈന, ഡക്ക്, ഓൾ. ഇവിടെ ഈ കോക്കും ഹെന്നും തമ്മിലുള്ള വ്യത്യാസം നോക്കണം കേട്ടോ. ഇത് പൂവൻകോഴി, ഇത് പെടക്കോഴിയാണ്. രണ്ടിൻ്റെയും പേരുകൾ വ്യത്യാസമുണ്ട്. വിച്ച് ഈസ് അവർ നാഷണൽ ബേർഡ്? പീക്കോക്ക്. നാഷണൽ ബേർഡ് പീക്കോക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ നാഷണൽ ഫ്ലവർ പഠിച്ചു. താമരയാണ് ദേശീയ പുഷ്പം. ഇത് ദേശീയ പക്ഷി പീക്കോക്ക്, മയിൽ. വിച്ച് ബേർഡ് സ്വിംസ് ഇൻ വാട്ടർ? വെള്ളത്തിൽ നീന്താൻ കഴിയുന്ന ബേർഡ് ഏതാണ്? ഡക്ക്, താറാവ്. വിച്ച് ഈസ് ഗ്രീൻ ബേർഡ്? ഗ്രീൻ കളറിലുള്ള ബേർഡ് പാരറ്റ്, തത്ത. നെയിം ദ കളർ ഓഫ് എ പാരറ്റ്സ് ബീക്ക്. ഇതിൻ്റെ പാരറ്റിൻ്റെ കൊക്കിൻ്റെ കളർ എന്താണ്? അതിൻ്റെ ചുണ്ടിൻ്റെ കളർ എന്താണ്? റെഡ്. ദ ബിഗ്ഗസ്റ്റ് ബേർഡ്, ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഓസ്ട്രിച്ചാണ് കേട്ടോ, ഒട്ടക പക്ഷി. പിന്നെ ഹൗസ് ഹോൾഡ് സ്റ്റഫ്, നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന ഉപകരണങ്ങൾ. ചെയർ, കോട്ട്. ഇത് കട്ടിലിനാണ് കേട്ടോ കോട്ട് എന്ന് പറയാം, മറ്റേത് ബെഡ് എന്ന് പറയാം. ടേബിൾ, ഫാൻ, ടെലിഫോൺ, ടെലിവിഷൻ, അയൺ ബോക്സ്, ക്ലോക്ക്. പിന്നെ യൂട്ടൻസിൽസ്, വീട്ടുപകരണങ്ങൾ. ഫ്രൈയിങ് പാൻ, പ്രഷർ കുക്കർ, മിക്സർ ഗ്രൈൻഡർ, ടീപോട്ട്, റെഫ്രിജറേറ്റർ, സ്പൂൺ, ഗ്യാസ് സ്റ്റൗ, കെറോസിൻ സ്റ്റൗ. ഇതൊക്കെ അതിൻ്റെ പേരുകൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഗെയിംസ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ബാഡ്മിൻ്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ. പിന്നെ ഫാമിലി. വി ലിവ് ഇൻ എ ഫാമിലി. നമ്മളെന്താണ്? ഫാമിലിയിലാണ് ജീവിക്കുന്നത്. ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ മേക്ക് എ ഫാമിലി. ഫാദറും മദറും കുട്ടികളും ഒക്കെ അടങ്ങുന്നതാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ഫാദറാണ്, അച്ഛനാണ് ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്നത്. ഫാദർ ആൻഡ് മദർ ഏൺ മണി ഫോർ ദ ഫാമിലി. എന്താണ്? വീട്ടിലേക്ക് പൈസയൊക്കെ എന്താണ് ഏൺ ചെയ്യണത്, ഉണ്ടാക്കണത് ഫാദറും മദറൊക്കെ കൂടിയിട്ടാണ്. സം ആർ ജോയിൻറ്റ് ഫാമിലീസ്. ചില ഇതെന്താണ് ജോയിൻറ്റ് ഫാമിലി ആയിക്കാരം. ദേ ഹാവ് ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ആൻഡ് അങ്കിൾ ആൻഡ് ദെയർ ചിൽഡ്രൻ. ചില ഫാമിലി കൂട്ടുകുടുംബം പോലെയുള്ള ഫാമിലി ഉണ്ടാവും. അവിടെ എന്താണ് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും, മുത്തശ്ശന്, മുത്തശ്ശി, ആൻ്റെ അമ്മായി, അമ്മാവന്, അവരുടെ മക്കൾ, അങ്ങനെ എല്ലാവരും കൂടിയ വീടായിരിക്കും. അങ്ങനെ ജോയിൻറ്റ് ഫാമിലിയിൽ ഉണ്ടാകുക. സം ആർ സ്മോൾ ഫാമിലീസ്. ചിലതെന്താണ് ചെറിയ കുടുംബമായിരിക്കും. ഫാദർ, മദർ ആൻഡ് 1 or 2 ചിൽഡ്രൻ മേക്ക് എ സ്മോൾ ഫാമിലി. ചെറിയ കുടുംബം എങ്ങനെയാണ്? ഫാദറും മദറും അവരുടെ 1 or 2 കുട്ടികളും അടങ്ങുന്നതാണ് സ്മോൾ ഫാമിലി എന്ന് പറയുന്നത്. വി റെസ്പെക്റ്റ് അവർ പാരൻസ് ആൻഡ് എൽഡേഴ്സ്. നമ്മളെ വീട്ടിലുള്ള പാരൻസിനെയും വലിയ ആൾക്കാരെയൊക്കെ ബഹുമാനിക്കണം. വി ഷുഡ് ഒബേ ദം. നമ്മളവരെ അനുസരിക്കണം. വി ഷുഡ് പ്രേ ടുഗദർ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം. അവർ ഫാമിലീസ് ഹാപ്പി ഫാമിലി. നമ്മുടെ എന്താണ് കുടുംബം സന്തോഷമുള്ള കുടുംബമാവുന്നാൽ. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഹൂസ് ദ ഹെഡ് ഓഫ് ദ ഫാമിലി. ഫാമിലീൻ്റെ ഹെഡ് ആരാണ്? ആരാണ്? ഫാദറാണ്. വി ആർ എ നമ്മളെങ്ങനെയുള്ള ഫാമിലിയാണ്? ഹാപ്പി ഫാമിലിയാണ്. പിന്നെ ഫാദർ ആൻഡ് മദർ നമ്മൾ ഫാദർ മദർക്ക് എന്താ ഉണ്ടാക്കുന്നത്? പൈസ ഉണ്ടാക്കും. ഫാദർ മദർ ആൻഡ് 1 or 2 ചിൽഡ്രൻ മേക്ക് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും 1 or 2 കുട്ടികളുണ്ടെങ്കിൽ അതെങ്ങനെയുള്ള ഫാമിലിയാണ്? എന്താണ്? സ്മോൾ ഫാമിലി. നെക്സ്റ്റ് അവർ ബോഡി, നമ്മുടെ ശരീരത്തിനെ പറ്റിയിട്ടുള്ളതാണ്.
വി ഷുഡ് കീപ് അവർ ബോഡി നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മുടെ ശരീരം എന്താണ്, നല്ല വൃത്തിയിലും ക്ലീനായിട്ടും നമ്മൾ സൂക്ഷിക്കണം. വി സീ വിത്ത് അവർ ഐസ്. നമ്മളെന്താണ്, നമ്മുടെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. വി ഹാവ് 2 ഐസ്. നമുക്ക് 2 ഐസ് ഉണ്ട്, കണ്ണുകളുണ്ട്. വി ഹിയർ വിത്ത് അവർ ഇയേഴ്സ്. നമ്മളെന്താണ്, നമ്മുടെ ചെവി കൊണ്ടാണ് കേൾക്കുന്നത്. വി ഹാവ് 2 ഇയേഴ്സ്. നമുക്ക് 2 ചെവികളുണ്ട്. വി സ്മെൽ വിത്ത് അവർ നോസ്. നമ്മൾ നമ്മുടെ മൂക്ക് കൊണ്ട് മണക്കുന്നു. ഹെഡ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് അവർ ബോഡി. തലയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം. വി ച്യൂ വിത്ത് അവർ ടീത്ത്. നമ്മൾ ചവക്കുന്നത് നമ്മുടെ ടീത്ത്, പല്ലുകൊണ്ടാണ്. വി വാക്ക് വിത്ത് അവർ ലെഗ്സ്. നമ്മൾ നടക്കുന്നത് നമ്മുടെ കാലുകൊണ്ടാണ്. വി ഹാവ് 2 ലെഗ്സ്. നമുക്ക് 2 കാലുകളുണ്ട്. വി വർക്ക് വിത്ത് അവർ ഹാൻഡ്സ്. നമ്മൾ എന്താണ്, എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൈ കൊണ്ടാണ്. വി ഹാവ് 2 ഹാൻഡ്സ്. നമുക്ക് 2 കൈകളുണ്ട്. ഈച്ച് ഹാൻഡ് ഹാസ് 5 ഫിംഗേഴ്സ്. ഓരോ ഹാൻഡിലും, ഓരോ കൈകളിലും 5 വിരലുകളുണ്ട്. വി ഹാവ് 10 ഫിംഗേഴ്സ് ഇൻ അവർ 2 ഹാൻഡ്സ്. നമ്മുടെ 2 കൈകളിലും കൂടെ ആയിട്ട് നമുക്ക് 10 ഫിംഗേഴ്സ്, 10 വിരലുകളുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ വന്നത് വി ഹിയർ വിത്ത് അവർ, നമ്മൾ എന്തുകൊണ്ട് കേൾക്കുന്നു. വി വാക്ക് വിത്ത് അവർ, നമ്മൾ എങ്ങനെയാണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ്. അതിന് ലെഗ്. വി ച്യൂ വിത്ത്, നമ്മൾ ചവക്കുന്നത് എന്തുകൊണ്ടാണ്, പല്ലാണ്. ഹൗ മെനി ഐസ്, നമുക്ക് എത്ര ഐസ് ഉണ്ട്, എത്ര കണ്ണുകളുണ്ട്, 2. വി സ്മെൽ വിത്ത് അവർ, നമ്മൾ എന്തുകൊണ്ടാണ് മണക്കുന്നത്, നോസ്. ഇതിൽ ഇതന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല, ഇതിൽ പറഞ്ഞ ഏതും വരാം. ഇപ്പോൾ ഹെഡാണ് മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ മെയിൻ പാർട്ട് ഏതാണ്, നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ പാർട്ട് ഏതാണെന്ന് ചോദിക്കാം. നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചോദിക്കാം. നമുക്ക് എത്ര വിരലുകളുണ്ടെന്ന് ചോദിക്കാം. അപ്പോൾ ഇതിലുള്ള ഏതും ചോദിക്കുക. ഇതൊരു മോഡൽ കൊടുത്തതാണ് കേട്ടോ. നെക്സ്റ്റ്, അവർ ഫുഡ്. വി ഓൾ നീഡ് ഫുഡ് ടു ലിവ്. നമുക്ക് എല്ലാവർക്കും എന്താണ്, ജീവിക്കണമെങ്കിൽ ഫുഡ് വേണം. ഫുഡ് ഗീവ്സ് അസ് സ്ട്രെങ്ത്. നമുക്ക് നല്ല ആരോഗ്യം തരുന്നത് ഫുഡാണ്. വി ഡ്രിങ്ക് വാട്ടർ. നമ്മളെന്താണ്, വെള്ളം കുടിക്കണം. അനിമൽ ആൻഡ് ബേർഡ്സ് ഈറ്റ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് വാട്ടർ. ആനിമൽസും ബേർഡ്സൊക്കെ എന്താണ്, ഭക്ഷണം കഴിക്കും, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവർ സ്റ്റേപ്പിൾ ഫുഡ് ഈസ് റൈസ്. നമ്മുടെ എന്താണ്, മെയിൻ ഭക്ഷണം എന്താണ്, റൈസാണ്, അരി ഭക്ഷണങ്ങളാണ്, ചോറാണ്. വി ഗെറ്റ് റൈസ് ഫ്രം പാഡി. നമുക്കെന്താണ്, പാഡികളിൽ നിന്ന്, വയലുകളിൽ നിന്നാണ് നമ്മൾ അരിയൊക്കെ ഉണ്ടാക്കുന്നത്. നെല്ലിൽ നിന്നാണ് അരി ഉണ്ടാക്കുന്നത്. വി ഗെറ്റ് ചപ്പാത്തീസ് ഫ്രം വീറ്റ്. നമ്മളെന്താണ്, ഗോതമ്പിൽ നിന്നാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. വി ഗെറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രം ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ലഭിക്കുന്നത് മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെയാണ്. മിൽക്ക് ഈസ് ബാലൻസ്ഡ് ഫുഡ്. എന്താണ്, പാലാണ് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡ്. വി മേക്ക് കേർഡ് ഫ്രം മിൽക്ക്. നമുക്ക് തൈര് കിട്ടുന്നത് പാലിൽ നിന്നാണ്. അതിൽ ക്വസ്റ്റ്യൻസ് ഇതാണ്. അവർ സ്റ്റേപ്പിൾ ഫുഡ് ഏതാണ്, സ്റ്റേബിളായിട്ടുള്ള ഫുഡ് റൈസാണ്. വി ഗെറ്റ് ചപ്പാത്തി ഫ്രം, ചപ്പാത്തി എവിടെ നിന്നാണ്, വീറ്റിൽ നിന്ന്, ഗോതമ്പ് മാവുന്നാണ്, ഗോതമ്പിൽ നിന്നാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഫുഡ് ഐറ്റം വി ഗെറ്റ് ഫ്രം വാട്ടർ. വെള്ളത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫുഡ് ഐറ്റം ഏതാണ്, ഫിഷാണ്. വിച്ച് ഫുഡ് വി ഈറ്റ് വിത്തൗട്ട് കുക്കിംഗ്. നമുക്ക് പാചകം ചെയ്യാതെ കഴിക്കാൻ പറ്റിയൊരു ഫുഡ് ഏതാണ്, ഫ്രൂട്ട്സ്, പഴങ്ങൾ. ഫുഡ് വി ടേക്ക് ഇൻ ദ മോർണിംഗ്. നമ്മൾ രാവിലെ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. വി മേക്ക് കേർഡ് ഫ്രം, നമുക്ക് തൈര് കിട്ടുന്നത് മിൽക്ക് എന്നാണ്. ഇതിപ്പോൾ അതുപോലെ രാവിലെ കഴിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. ഉച്ചക്ക് കഴിക്കുന്നത് ലഞ്ചാണ്. രാത്രി കഴിക്കുന്നത് ഡിന്നറാണ് കേട്ടോ. അടുത്തത് ഫെസ്റ്റിവൽസ്. ഫെസ്റ്റിവൽസ് നമ്മുടെ ആഘോഷങ്ങൾ. വിച്ച് ഈസ് കേരളാസ് സ്റ്റേറ്റ് ഫെസ്റ്റിവൽ. കേരള സംസ്ഥാനത്തിൻ്റെ ആഘോഷം ഏതാണ്, ഓണം. ഇൻ വിച്ച് മന്ത് വി സെലിബ്രേറ്റ് ക്രിസ്മസ്. ക്രിസ്മസ് ആഘോഷിക്കുന്ന മാസം ഡിസംബർ. ഇൻ വിച്ച് മന്ത് വി സെലിബ്രേറ്റ് വിഷു. വിഷു ആഘോഷിക്കുന്ന മാസം ഏപ്രിൽ. പിന്നെ ഇൻ വിച്ച് മന്ത് വി സെലിബ്രേറ്റ് അവർ ഇൻഡിപെൻഡൻസ് ഡേ. നമ്മുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റിൽ. ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ ജാനുവരി 26. ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ്. ലൈറ്റുകളുടെ
ഫെസ്റ്റിവൽ ഏതാണ്? ഡേറ്റുകളുടെ ആഘോഷം. ദിവാലി. മുസ്ലിംസ് സെലിബ്രേറ്റ്, മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത്. ഈദ്, പെരുന്നാൾ. ഇൻ വിച്ച് മന്ത് വി സെലിബ്രേറ്റ് ചിൽഡ്രൻസ് ഡേ? ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കുന്ന മാസം നവംബർ. പിന്നെ ഡേയ്സ് ഓഫ് ദ വീക്ക് 7 days. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇതിങ്ങനെ ഓർഡറിൽ എണ്ണം പറയാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചാൽ മതി. ഇതൊന്നും സ്പെല്ലിംഗ് ഒന്നും പഠിപ്പിക്കേണ്ട കേട്ടോ. പിന്നെ മന്ത് ഓഫ് ദ ഇയർ, മാസങ്ങൾ. ഇതും ഓർഡറിൽ ഇങ്ങനെ പഠിപ്പിച്ചാൽ മതി. ജനുവരി ടു ഡിസംബർ വരെ ഓർഡറിൽ പറയാൻ വേണ്ടിയിട്ട് പഠിക്കാം. ഇതിൽ പഠിക്കാനുള്ളത് എന്താണ്? ഫസ്റ്റ് മന്ത്, ലാസ്റ്റ് മന്ത്, അങ്ങനെയൊക്കെയാണ്. പിന്നെ വിച്ച് മന്ത് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ്? ഫെബ്രുവരിയിലാണ് നമുക്ക് ഏറ്റവും കുറവ് ദിവസങ്ങളുള്ളത്, 28 ദിവസം വരുന്നത്. ഏറ്റവും കുറവ് നമ്പറുള്ള ദിവസങ്ങൾ വരുന്നത് മാസം ഫെബ്രുവരിയിൽ. ഇത് മാത്രം ഇതിൽ പഠിക്കാൻ, ബാക്കി ജനുവരി മുതൽ ഡിസംബർ വരെ ഓർഡറിൽ അങ്ങോട്ട് പഠിച്ചാൽ മതി. അടുത്തത് ഹൗ മെനി, എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഐ ഹാവ് ഡാഷ് ഫിംഗേഴ്സ് ആർ ദ, നമ്മുടെ ഹാൻഡിൽ, നമ്മുടെ കയ്യിൽ എത്ര ഫിംഗേഴ്സ് ഉണ്ട്, വിരലുകളുണ്ട് എന്നുള്ളത്. അങ്ങനെ ആൻസർ 5. പിന്നെ ഐ ഹാവ് ഹെഡ് എത്രണ്ണുണ്ട്. പിന്നെ അതേപോലെ ഐസ് എത്രണ്ണുണ്ട്, കണ്ണുകൾ എത്രണ്ണുണ്ട്, നോസ് മൂക്ക് എത്രണ്ണാണ്, ഇയേഴ്സ് ചെവികൾ എത്രണ്ണാണ്. ഇതിൻ്റെയൊക്കെ ആൻസറാണ് ഇവിടെ 1, 2 അങ്ങനെ കൊടുത്തുന്നത്. പിന്നെ ഹൗ മെനി ലെഗ്സ് ഹാവ് എ കൗ? കൗവിന് എത്ര കാലുകളുണ്ട്? അപ്പോൾ ഇവിടെ ആൻസർ 4. പിന്നെ ഹൗ മെനി ഐസ് ഹാവ് എ കോക്കനട്ട്? എന്താണ് കോക്കനറ്റ്? നമ്മളെ തേങ്ങയ്ക്ക് എത്ര കണ്ണുകളാണുള്ളത്? അതിന് 3 ഐസ്, 3 കണ്ണുകളാണ്. ഹൗ മെനി ലെഗ്സ് ഹാവ് എ ബേർഡ്? ബേർഡിന് എത്ര ലെഗ് ഉണ്ട്, എത്ര കാലുണ്ട്? 2 legs. പിന്നെ ഇവിടെ പറയുന്നുണ്ട് 1 to 100 വരെ റീഡ് ആൻഡ് റൈറ്റ്. ഇതുവരെ 1 മുതൽ 100 വരെ ഉള്ളത് വായിക്കാനും എഴുതാനും പഠിക്കണം. സ്പെല്ലിംഗ് അല്ല കേട്ടോ, നമ്പർ. പിന്നെ ഹോംസ് ഓഫ് ആനിമൽസ്, ഇത് നമ്മളിപ്പോൾ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിലും പഠിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ചും കൂടി ഉണ്ട് ഇതിൽ. ഓരോന്നിൻ്റെയും വീടിന് പറയുന്ന പേര്. കൗവിൻ്റെ തൊഴുത്തിന് പറയുന്നത് ഷെഡ്, ഹെന്ന് കൂപ്പ്, ഹോഴ്സ് സ്റ്റേബിള്, പാരറ്റ് നെസ്റ്റ്, ഡോഗ് കെന്നൽ, റാബിറ്റ് ബൊറോ, ലയൺ ഡെൻ. ഇതുപോലെ തന്നെ പഠിക്കണം. ഓരോന്നിൻ്റെയും വീടുകളുടെ പേര് ഇതുപോലെ തന്നെ പഠിക്കണം. സ്പെല്ലിങ് എഴുതാൻ പഠിക്കണ്ട, പറയാൻ പഠിച്ചാൽ മതി. ഇത് കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലായാൽ മതി സ്പെല്ലിങ് ഇതാണ് എന്നുള്ളത്. അപ്പോൾ കൗ എന്നുള്ളത് ഷെഡ് എന്നുള്ളത് ഓർഡർ തെറ്റിയിട്ട് കൊടുത്തിട്ട് മാച്ച് ചെയ്യാനായിക്കാരം വരും. അപ്പോൾ ഷെഡ് എന്നുള്ളത് ഏതാണെന്ന് കുട്ടിക്ക് മനസ്സിലാവണം. പിന്നെ അവർ ഹെൽപ്പേഴ്സ്, നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. വി ഷുഡ് ഹെൽപ്പ് അതേഴ്സ്, എന്തായാലും വേറൊരാളെ നമ്മൾ സഹായിക്കണം. ഡോക്ടർ എക്സാമിൻസ് പാരൻസ്, ഡോക്ടർ പേഷ്യൻസ്. ഡോക്ടർ എന്താണ് രോഗികളെ നോക്കുന്നുണ്ട്. പോസ്റ്റ്മാൻ ബ്രിങ്സ് ലെറ്റർ, പോസ്റ്റ്മാൻ എന്ത് ചെയ്യാണ് കത്തുകൾ കൊണ്ട് തരുന്നുണ്ട്. നേഴ്സ് ഗിവ്സ് മെഡിസിൻ, നേഴ്സ് എന്താണ് മരുന്നുകൾ തരുന്നുണ്ട്. പോലീസ്മാൻ പ്രൊട്ടക്ട്സ് ദ ലോ, നിയമം സംരക്ഷിക്കുന്നുണ്ട് പോലീസ്മാന്. ടീച്ചർ ടീച്ചേഴ്സ്, ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കോബ്ലർ മേക്സ് ഷൂസ്, ചെരുപ്പ് കുത്തി എന്താണ് ഷൂസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കാർപ്പൻ്റർ മേക്സ് ഫർണിച്ചർ, കാർപ്പൻ്റർ ആശാരി ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മാസോൺ ബിൽഡ്സ് ഹൗസ്, മാസോൺ എന്ന് പറഞ്ഞാൽ മേസ്തിരിയൊക്കെ പറയില്ലേ, അവർ എന്ത് ചെയ്യാണ് വീട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ക്വസ്റ്റ്യങ്ങൾ തന്നെയാണ് ഇതിൽ വന്നത്. ഹൂ ബ്രിങ്സ് മിൽക്ക് ഫോർ അസ്, നമുക്ക് മിൽക്ക് പാല് കൊണ്ട് തരുന്നത് ആരാണ്? മിൽക്ക് മാൻ. ഹൂ ഗ്രോസ് ക്രോപ്സ്, പുല്ലൊക്കെ വെട്ടുന്നത്? ഫാർമർ. ഹൂ ടീച്ചേഴ്സ് ചിൽഡ്രൻ, ആരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? ടീച്ചർ. ഹൂ ബ്രിങ്സ് ലെറ്റേഴ്സ്, കത്തുകൾ കൊണ്ടുതരുന്നത്? പോസ്റ്റ്മാൻ. ഹൂ സജസ്റ്റ് മെഡിസിൻ ടു ദ സിക്ക് പീപ്പിൾ, അസുഖമുള്ള ആൾക്കാർക്ക് മെഡിസിനൊക്കെ കൊടുക്കുന്നത്? ഡോക്ടർ. ഹൂ ലുക്സ് ആഫ്റ്റർ ദ സിക്ക് പീപ്പിൾ, നേഴ്സാണ് അസുഖമുള്ള ആൾക്കാരെയൊക്കെ നോക്കുന്നത്. ഹൂ മേക്സ് ദ ഷൂസ് ഉണ്ടാക്കുന്നത്? കോബ്ലറാണ്. ഹൂ മേക്സ് തിങ്സ് ഫ്രം വുഡ്, മരത്തു നിന്ന് എന്താണ് വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നത്? ആശാരി, കാർപ്പൻ്റർ. ഹൂ ക്യാച്ചസ് ദ തീഫ്, കള്ളനെ പിടിക്കുന്നത് ആരാണ്? പോലീസ്മാൻ. ഹൂ സ്റ്റിച്ചസ് ദ ക്ലോത്ത്സ്, നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അടിക്കുന്നത് ആരാണ്? ടൈലർ, തയ്യൽക്കാരൻ. പിന്നെ ഇതിൽ നമ്മൾ ഓരോന്നിൻ്റെ ആൻസർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അല്ലേ.
ഇതൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയതാണ്. ഇതും ഒക്കെ നമ്മൾ അടയാളപ്പെടുത്തിയതാണ്. പിന്നെ ഇതിൽ ഹൂ ബ്രിങ്സ് ലെറ്റേഴ്സ്, ഇത് ചെയ്തിട്ടില്ലേ? ഇത് ഹു ക്യാച്ചസ് തീവ്സ്, കള്ളനെ പിടിക്കുന്നത് ആരാണ്? ഇതിൽ എ ആണ്, പോലീസ്മാൻ. പിന്നെ അവർ നാഷണൽ ഗെയിം, ദേശീയ കളി ഏതാണ്? ഹോക്കിയാണത്. പിന്നെ വിച്ച് സ്പ്രെഡ്സ് മലേറിയ എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടല്ലോ, ആ അസുഖം പരത്തിയത് ആരാണ്? ഡി ആണ്, കൊതുകുകളാണ്. പിന്നെ ഫ്രം വിച്ച് ഡു വി ഗെറ്റ് ഷുഗർ, നമുക്ക് പഞ്ചസാര കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇതിലെ കരിമ്പ് ചെടിയിൽ നിന്നാണ്. പിന്നെ ഇത് ഹൂ ബ്രിങ്സ് ലെറ്റേഴ്സ്, കത്ത് കൊണ്ടു തരുന്നത് ആരാണ്? പോസ്റ്റ്മാൻ. വിച്ച് ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്, ബിഗ്ഗസ്റ്റ് ഏറ്റവും വലിയ മൃഗം ഏതാണ്? ഇത് നീലത്തിമിംഗലം. ഇൻ ദ വേൾഡ് എന്നാണ് കേട്ടോ പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ അനിമൽ എന്ന് പറയുന്നത്. നമ്മൾ കരയിലാണെങ്കിലാണ് നമ്മൾ എലിഫൻറ്റ് പറയുക, വെറും വാട്ടറിൽ എന്ന് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ വേൾഡിൽ എന്ന് പറയുകയാണെങ്കിലും നമ്മൾ ബ്ലൂ വെയിലിനെ പറയണം. നീലത്തിമിംഗലാണ് കേട്ടോ. ദ ബിഗ്ഗസ്റ്റ് ബേർഡ് ഈസ്, ഏറ്റവും വലിയ പക്ഷി എന്ന് പറയുന്നത് ഓസ്ട്രിച്ച്, ഒട്ടക പക്ഷിയാണ്. പിന്നെ ഇതിൽ വിച്ച് ദ ഫോളോയിങ് ക്യാൻ ലിവ് ഓൺലി ഇൻ വാട്ടർ, വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്നത് ഫിഷ്. വിച്ച് ഈസ് ദ റെപ്റ്റൈൽ, ഒരു ഇഴജീവി എന്ന് പറയുന്നത്. ഇതിലേതാണ് ഈ 4 ഇഴജീവി ഏതാണ്? അപ്പോൾ സ്നേക്ക്, പാമ്പ്. പിന്നെ മറ്റേത് മുയൽ, കൗ, കാക്ക, റാറ്റ്, ഇതൊന്നും ഇഴജീവികളല്ല, ഇത് എലി കേട്ടോ. അപ്പോൾ ഇതിൽ ഇഴജീവി ഏതാണ്? സ്നേക്കാണ്. പിന്നെ വിച്ച് ഈസ് യൂസ്ഫുൾ ടു അസ്, നമുക്ക് ഉപകാരപ്പെടുന്ന ഇതിലേതാണെന്നുള്ളത്. ഇതിൽ ഹണി ബി, തേനീച്ച അല്ല, തേനീച്ചയാണ് നമുക്ക് തേന് തരുന്നത്. വിച്ച് അനിമൽ ക്യാൻ സീ ദ ഡാർക്ക്നെസ്, ഇരുട്ടത്ത് കണ്ണ് കാണാൻ പറ്റുന്ന അനിമൽ ഇതിലേതാണ്? ക്യാറ്റ്. ഓക്കെ, ക്യാറ്റിനാണ് രാത്രിയിൽ കണ്ണ് കാണുന്നത്. അടുത്തത് വിച്ച് ബേർഡ് ഈറ്റ്സ് ഫ്ലഷ് ഇപ്പം എന്താ?